കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് അഹങ്കാരത്തിന്മേൽ വീണ കനത്ത പ്രഹരത്തിന്റെ ശബ്ദമാണ്. അഹങ്കാരവും ധാർഷ്ട്യവും മുഖമുദ്രയാക്കിയ പിണറായി വിജയനും കൂട്ടർക്കും ഡൽഹിയിൽ നിന്നും കിട്ടിയത് എട്ടിന്റെ പണി തന്നെയാണ്. വോട്ട് ചെയ്ത ജനങ്ങളെയും ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളെയും എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തി ആക്രോശിക്കുന്ന പിണറായി വിജയനെ CPM ദേശീയ നേതൃത്വം ഒടുവിൽ വിരട്ടിക്കൂട്ടിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെയാണ് ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മിണ്ടരുത്, മിണ്ടിപ്പോയാൽ പാർട്ടിക്ക് പോറലേൽക്കും. നാണം കെട്ട തോൽവിക്ക് ശേഷമെങ്കിലും ആ ധാർഷ്ട്യം അങ്ങ് അടക്കി വെക്കണം. ഇതാണ് ബേബി കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഭരണം പോയി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇനി വെച്ച് പൊറപ്പിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് ഡൽഹിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രണ്ടാം ദിവസത്തിലായിരുന്നു പിണറായി വിജയനെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെയും സഖാക്കൾ വാളെടുക്കുന്ന കാഴ്ച നാം കണ്ടത്. മുന്നിൽ നിന്നും നയിച്ച നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ പടുകുഴിയിൽ വീഴ്ത്തിയത് എന്ന കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു കേട്ടത്. നേതാക്കന്മാരുടെ ഈ മോശം പെരുമാറ്റം പാർട്ടിയെ ഒന്നാകെ ബാധിച്ചുവെന്നും പാരമ്പര്യമായി കൂടെ നിന്ന അണികളെ പോലും അകറ്റാൻ ഇത് ഉപകരിച്ചിട്ടുള്ളൂ എന്നും കേന്ദ്ര നേതാക്കൾ തുറന്നടിച്ചു. ഇത്രയും വലിയ തോൽവി വന്നിട്ടും അഹങ്കാരത്തിന്റെ ആൾ രൂപമായ പിണറായി വിജയൻ മാധ്യമങ്ങളോട് വീണ്ടും തട്ടിക്കയറുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന നേതാക്കളെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും ശത്രുവാക്കിയാൽ അത് ഭരണപക്ഷത്തുള്ള കോൺഗ്രസിനും UDFനും മാത്രമേ ഗുണം ചെയ്യൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ കണ്ണൂർ ലോബിക്ക് ഇല്ലാതെ പോയല്ലോ എന്നാണ് ഡൽഹിയിലെ സഖാക്കന്മാർ ചോദിക്കുന്നത്. കേരളത്തിലെ തോൽവിയെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു സ്വയം വിമർശനത്തിന് പോലും തയ്യാറാകാതെ സ്വന്തം ശൈലിയെ ന്യായീകരിക്കാനാണ് പിണറായിയും ഗോവിന്ദനും യോഗത്തിൽ ശ്രമിച്ചത്. എന്നാൽ കേന്ദ്ര നേതൃത്വം അത് മുഖവിലയ്ക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ കടുത്ത പ്രതിരോധത്തിലേക്ക് ആക്കുകയും ചെയ്തു. പാർട്ടിയുടെ ഉറച്ച കോട്ടകളായ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പോലും അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് കണ്ണൂരിലെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് യോഗത്തിൽ കുറ്റപ്പെടുത്തലുമുണ്ടായി. സാധാരണക്കാരന്റെ പാർട്ടി എന്ന് പറയുന്ന CPM ഇന്ന് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത അടഞ്ഞ സംവിധാനമായി മാറിയിരിക്കുന്നു. വെറുമൊരു സാധാരണ തിരുത്തൽ രേഖ കൊണ്ട് ഇനി കാര്യമില്ല എന്നും സംഘടനയുടെ പ്രവർത്തന രീതിയിൽ ആഴത്തിലുള്ള പൊളിച്ചെഴുത്ത് വേണമെന്നുമാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. MV ഗോവിന്ദന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലും കഷ്ടമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവും അദ്ദേഹം നടത്തിയ പല അപക്വമായ പ്രസ്താവനകളും വോട്ടർമാരെ പാർട്ടിയിൽ നിന്നും പാടെ അകറ്റുവാൻ കാരണമായി എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ ഗോവിന്ദന്റെ ഓരോ വാക്കും പ്രവൃത്തിയും ഡൽഹിയുടെ കടുത്ത നിരീക്ഷണത്തിൽ മാത്രമായിരിക്കും. തൽക്കാലം നാണക്കേട് ഒഴിവാക്കാൻ പിണറായിയെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് മാറ്റുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഈ റൗഡി ശൈലി മാറ്റണമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരേ അഭിപ്രായം തന്നെയാണ്. മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പുലർത്തുന്ന ഈ രോഷാകുലമായ ശൈലി മാറ്റുവാൻ പ്രമുഖ നേതാക്കൾ പിണറായിയോട് നേരിട്ട് ആവശ്യപ്പെടും. പ്രതിപക്ഷത്ത് CPM തികച്ചും ദുർബലമായി പോയി എന്നാണ് കേന്ദ്ര കമ്മിറ്റി ആശങ്കപ്പെടുന്നത്. അടിത്തട്ടിലുള്ള മാറ്റങ്ങളില്ലാതെ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ചുരുക്കത്തിൽ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. വരും മാസങ്ങളിൽ CPMന്റെ വലിയ പൊട്ടിത്തെറികളും മാറ്റങ്ങളും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട. ജനങ്ങളെ മറന്ന, അണികളെ തള്ളിപ്പറഞ്ഞ ഈ നേതൃത്വത്തിന് കാലം കാത്തുവെച്ച തിരിച്ചടിയാണത്.